ഹലോ. അപ്പൊ ഞാൻ ഇന്ന് പോകുന്നത് കളരിവാതിക്കൽ ക്ഷേത്രത്തിലേക്കാണ്. ഞാൻ രാവിലെ ശക്തിപൂജ കഴിപ്പിച്ചായിരുന്നു. അപ്പൊ അതിന്റെ പ്രസാദമൊക്കെ വാങ്ങാനായിട്ട് പോകുന്നതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സിന്റെ അടുപ്പിച്ചുണ്ട് അമ്പലത്തിലേക്കുള്ള ദൂരം. കണ്ണൂര് വഴി ടച്ച് ചെയ്ത് പോവാമെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് എളുപ്പം മുണ്ടേരിമുട്ട കാട്ടാമ്പള്ളി വഴി അങ്ങനെ പോകുന്നതാണ്. ഇതാണ് കാട്ടാമ്പള്ളിയിലെ ബോട്ടിങ് കയാക്കിങ്ങും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. സോ നമ്മള് കുറച്ച് ദൂരമുണ്ട്, നല്ല വെയിലും ഉണ്ടായിരുന്നു കാരണം ഉച്ചയാണല്ലോ. ഇതാണ് ഹുസ്ന, ഞാൻ ഡ്രൈവിംഗ് പഠിച്ച പ്ലേസ് ആണത്. സോ ഇവിടുന്ന് മാറി നമ്മൾ ഹൈവേ ടച്ച് ചെയ്ത് അവിടുന്ന് കട്ട് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. അവിടെ ബോർഡുണ്ട്, കളരിവാതിക്കൽ ക്ഷേത്രം എന്ന് പറഞ്ഞ ബോർഡും ഉണ്ട്. കിഴക്കൽ രാജവംശത്തിന്റെ ഒരു കുടുംബക്ഷേത്രമാണ് ഈ അമ്പലം. മാത്രമല്ല ഭദ്രകാളിയുടെ ഉഗ്രരൂപമാണ് ശ്രീകോവിലിലെ പ്രതിഷ്ഠ വരുന്നത്. പണ്ട് കളരിപ്പയറ്റിന്റെ മാതാവായിട്ട് കാണുന്നത് കൊണ്ടാണ് കളരിവാതുക്കൽ ഭഗവതി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. സോ ദേ നമ്മള് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് പേര് വരും. അവിടെ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ട്. നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു അമ്പലമാണ്. ചുറ്റിലും നമ്മൾ ഒത്ത ടൗണിന്റെ നടുക്കാണ്, ചുറ്റിലും വണ്ടികളുണ്ട്, കാര്യങ്ങളുണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്. എന്നാലും അത് അമ്പലത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് മരങ്ങളും ഒരുപാട് പരുന്തുകളും ഒക്കെ ഇങ്ങനെ കാണാം. നല്ലൊരു വേറെ തന്നെ ഒരു ആംബിയൻസ് ആണ് അവിടെ. മൊത്തത്തിൽ വലിയ വലിയ മരങ്ങളും ഒരു കാവ് ഫീലാണ് ശരിക്കും അവിടെ. നമുക്ക് ടൗൺ ഏരിയയിലാണ് നമ്മളുള്ളത്. മെയിൻ പ്രതിഷ്ഠയായിട്ടുള്ള ഭദ്രകാളിയെ കൂടാതെ തന്നെ 4 ശ്രീകോവിലുകളിലായിട്ട് ശിവൻ, സപ്തമാതൃക്കൾ, ഗണപതി, വീരഭദ്രൻ, ക്ഷേത്രപാലകൻ എന്നിട്ട് ഇങ്ങനെ പ്രതിഷ്ഠയുണ്ട്. ഞാനിപ്പോ അമ്പലത്തിന്റെ പുറകുവശമാണിത്. ഇതുവഴിയും നമുക്ക് കയറാൻ പറ്റും അമ്പലത്തിലേക്ക്. സോ അതിന്റെ പുറകിലുള്ള ഭാഗമാണിത്. ഇവിടെ ആയിട്ടാണ് 2 നാഗസ്ഥാനങ്ങളും പിന്നെ സരസ്വതി മണ്ഡപവും കാര്യങ്ങളും വരുന്നത്. ഒരു നാഗസ്ഥാനാണിത്. അവിടത്തെയൊക്കെ ആ മരങ്ങളായാലും വലിയ മരങ്ങളാണ്. അതിന് തൊട്ടടുത്തായിട്ട് വലിയൊരു മരം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുക്കാൻ പറ്റിയില്ല. സോ അതെ സരസ്വതി മണ്ഡപത്തിലേക്ക് പോവുകയാണിപ്പോൾ. അവിടെയും കൂടി തൊഴുതിട്ട് വേണം നമുക്ക് ഉള്ളിൽ കയറാനായിട്ട്. സോ നാഗസ്ഥാനത്ത് എന്തായാലും ഉച്ചയ്ക്ക് കയറാൻ പറ്റത്തില്ല. വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയോ ആണ് നാഗസ്ഥാനങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്. സോ നമ്മളിതേ കാത്തിരിക്കുകയാണ്. ഇത് രസീതാണ് ശക്തിപൂജ കഴിപ്പിച്ചതിൻ്റെ. സോ അവിടെ ഇരുന്ന് അവിടുത്തെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതു, പ്രസാദമൊക്കെ കിട്ടി. ചന്ദനമൊക്കെ വെക്കുവാണ്. ഞാൻ ആകെ വേർത്ത് കുളിച്ചിട്ടുണ്ട്, കാരണം നമ്മുടെ നല്ല നട്ട പൊരിയുന്ന വെയിലത്താണ് വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഇങ്ങനെ ക്ഷേത്രം തുറന്നിട്ട് കാണുന്നവരെ ഞാൻ ഇതുവരെ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. സോ അതെ അപ്പം കഴിച്ചു. അതുകൂടാതെ വേറൊരു സംഭവം കൂടി കാണിക്കാനുണ്ട്. അതാണ് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറൊരു അമ്പലത്തിലും കൂടി ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ബട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്, ചിക്കനും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് വെച്ച് കുരുമുളകൊക്കെ ആക്കിയിട്ടുള്ള ചിക്കനാണ്. ശക്തി പൂജയ്ക്കാണ് പൊതുവെ ഈ ഒരു പ്രസാദം കിട്ടുന്നത്. സോ നമ്മളതൊക്കെ കഴിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നല്ല ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ 2 മണിയൊക്കെ ആയി. കാരണം 12 ആയി നട തുറക്കാനായിട്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ 2 മണി. ആ ഒരു ചൂടിങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമാണ്. എന്തേലും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇറങ്ങി ഒരു ലൈം സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു കടയിൽ കയറി നമ്മൾ ഒരു ലൈം സോഡയും കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. സോ അപ്പോൾ ടാറ്റ, ബൈ ബൈ.